കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് മൈദ, 1/3 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ സോൾട്ട് എല്ലാം കൂടി നന്നായിട്ട് സിഫ്റ്റ് ചെയ്തെടുക്കുക. 2-3 ടൈംസ് സിഫ്റ്റ് ചെയ്തെടുക്കുക. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 എഗ്ഗ്, 1/2 കപ്പ് പൗഡർ ഷുഗർ, 1/2 കപ്പ് മിൽക്ക്, 1/2 കപ്പ് ഓയിൽ, വാനില എസൻസ് 1 ടീസ്പൂൺ, വൈറ്റ് വിനീഗർ 1/2 ടീസ്പൂൺ എല്ലാം കൂടി നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഹാൻഡ് ബീറ്റർ വേണമെന്നില്ല, വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുക. വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എല്ലാം മിക്സ് ആയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക. പേപ്പർ കപ്സിലേക്ക് ബാറ്റർ ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഹാഫ് പോർഷനെ ഒഴിക്കാൻ പാടുള്ളൂ, ഫുള്ളാക്കരുത്. പ്രീഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. 15 to 20 മിനിറ്റ്സ് ആണ് ബേക്കിംഗ് ടൈം. ഇനി ചോക്ലേറ്റ് ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് 100 ഗ്രാം റൂം ടെമ്പറേച്ചറിലായ അൺസോൾട്ടഡ് ബട്ടർ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ്സ് ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് 1.5 കപ്പ് പൗഡർ ഷുഗർ. ഞാൻ ആദ്യം 1 കപ്പ് ആഡ് ചെയ്തു, പിന്നെയാണ് 1/2 കപ്പ് ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 1/2 കപ്പും കൂടെ ആഡ് ചെയ്തു. ഇതിൻ്റെ കൂടെ തന്നെ 1/3 കപ്പ് കൊക്കോ പൗഡർ എല്ലാം കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്യാം. പിന്നെ 1/3 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ്സ് ബീറ്റ് ചെയ്താൽ ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് ബീറ്റ് ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡ്, ഈ ഷെയ്ഡാണ് നമുക്ക് കിട്ടുക. ഇനി കപ്പ് കേക്കിലേക്ക് റൊസറ്റെ നോസിലാണ് യൂസ് ചെയ്യുന്നത്, നൂറിൻ്റെ N1 നോസിൽ. അത് വെച്ചിട്ട് കപ്പ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. 2 ടൈപ്സിലുള്ള ഡെക്കറേഷന് കാണിക്കുന്നുണ്ട്. ഈ ഒരു മെഷർമെൻറ്റിൽ 15 to 16 കപ്പ് കേക്ക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാ കപ്പ് കേക്ക്സും ഫ്രോസ്റ്റ് ചെയ്യാനുള്ള എമൗണ്ടും ഉണ്ട്.